നമസ്കാരം, ഞാൻ ഡോക്ടർ റുബീന, മെഡോറ പീഡിയാട്രിക് സെന്ററിലെ പീഡിയാട്രിക് കൺസൾട്ടന്റ് ആണ്. വെക്കേഷൻ കഴിഞ്ഞു, സ്കൂളെല്ലാം തുറന്നു. ഇപ്പം മിക്ക പാരന്റ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്കൂൾക്ക് എന്തെല്ലാം ഐറ്റംസ് ആണ് നമ്മൾ കൊടുത്തു വിടേണ്ടത്. സ്കൂൾക്ക് കൊടുത്തു വിടുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെ കൊടുത്തു വിടാൻ ശ്രദ്ധിക്കുക. അതായത് വീട്ടിലുണ്ടാക്കിയ ഫുഡ് ഐറ്റംസ്, വീട്ടിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതായത് ഫ്രഷ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കൊടുത്തയക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കണം. സ്നാക്സ് ഐറ്റംസ്, ബിസ്ക്കറ്റ്സ്, ക്രീം ബിസ്ക്കറ്റ്സ്, ബേക്കറി ഐറ്റംസ് എല്ലാം മാക്സിമം കുറയ്ക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് കൊടുത്തു വിടുമ്പോൾ എസ്പെഷ്യലി കുഞ്ഞു കുട്ടികൾക്ക് KG പ്രീ മോണ്ടിസറി കുട്ടികൾക്ക് കൊടുത്തു വിടുന്ന സമയത്ത് ഫുഡ് ഐറ്റംസ് എല്ലാം ഹോളായിട്ട്, അതായത് പഴങ്ങളൊക്കെ അങ്ങനെ കൊടുത്തു വിടാതെ അത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതായത് ചെറിയ കുട്ടികൾക്ക് ഫുഡ് ഐറ്റംസ് എല്ലാം കൊടുത്തു വിടുന്ന സമയത്ത് അത് പഴങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു വിടാതെ അത് കട്ട് ചെയ്ത് കൊടുത്തു വിടാൻ ശ്രദ്ധിക്കണം. കാരണം അത് ആസ്പിറേറ്റ് ചെയ്ത് പോകാൻ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി റംബൂട്ടൻ അങ്ങനത്തെ സ്ലിപ്പറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അതിന് സീഡ് ഉള്ളതാണ്. അപ്പൊ അതങ്ങനെ കഴിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ ആസ്പിറേറ്റ് ചെയ്ത് പോകാൻ, അതായത് ശ്വാസനാളത്തിലോട്ട് ഇറങ്ങി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് വേണം വെച്ചു കൊടുക്കാൻ. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അലർജിയുടെ കാര്യത്തിലാണ്. അതായത് നമ്മുടെ കുഞ്ഞിന് ചിലപ്പം നട്ട്സ് അലർജി ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്യും. നല്ലൊരു കാര്യം തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഷെയറിംഗ് എന്നുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ ഇതിന്റെ അപകടം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം അലർജി ഉണ്ടാവാത്ത ഫുഡായിരിക്കാം ഈ നട്ട്സ്, കാഷ്യൂസ്, പീനട്ട്സ് അങ്ങനത്തൊക്കെ. പക്ഷെ ഇവർ ഷെയർ ചെയ്യുമ്പോൾ മറ്റു കുഞ്ഞിന് ചിലപ്പം അലർജി ഉണ്ടാവും, അതുപോലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുഞ്ഞിന് അങ്ങനെ പ്രശ്നമുള്ളതാണെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് അത് മുൻകൂട്ടി സംസാരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ലഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ വീട്ടിലുണ്ടാക്കി തന്നെ കൊടുത്തുവിടാം. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ ശ്രദ്ധിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ശേഷവും നന്നായിട്ട് കൈ കഴുകാനും അവരെ ശീലിപ്പിക്കുകയും ചെയ്യുക.